സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നു. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മഴ മുന്നറിയിപ്പില്ലെങ്കിലും തെക്കൻ ജില്ലകളിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. അപർണ കേസുണ്ട്. വിവരങ്ങളുമായി അപർണ. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെ ആശങ്കയ്ക്ക് ഒരു പരിഹാരമാകുന്നു. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുകയാണ്. എങ്കിലും 4 ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പ് ഉള്ളത്. മറ്റ് എന്തെല്ലാം കാര്യങ്ങളാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്? കാർത്ത് സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് ഇപ്പോൾ മഴയ്ക്ക് അല്പം ഒരു ശമനം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കനത്ത മഴയാണ് സംസ്ഥാനത്തുടനീളം ലഭിച്ചിരുന്നത്. മഴയെ തുടർന്ന് അനിഷ്ട സംഭവങ്ങൾ ഏറെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് 4 ജില്ലകളിലാണ് ഇത്തരത്തിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും മഴയ്ക്ക് അല്പ ശമനമുണ്ട്. എന്നാലും തെക്കൻ ജില്ലകളിലൊക്കെ തന്നെ മഴ കാര്യമായി തന്നെ പെയ്യുന്നുണ്ട് എന്ന വിവരവും ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് മേഖലകളിലാണ് ഇത്തരത്തിൽ മഴ അല്പമെങ്കിലും ഒന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. എന്നിരുന്നാൽ കൂടി ഇത്തരത്തിൽ ശക്തമായ കാറ്റും മറ്റു സാധ്യതകളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് മത്സ്യബന്ധനത്തിന് ഇത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ശക്തമായി തന്നെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ കൂടി ഇത്തരത്തിൽ മഴ ഉള്ള മേഖലയിലുള്ളവർ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ചു വേണം മുന്നോട്ട് പോകാൻ. ഉയർന്ന പ്രദേശങ്ങളിലുള്ളവരും ജാഗ്രത പാലിക്കണം. കൂടാതെ തന്നെ വെള്ളക്കെട്ടുകൾ പല സ്ഥലത്തും രൂപപ്പെട്ടിട്ടുണ്ട്. ആ മേഖലയിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. മഴ അല്പം ഒന്ന് ശമിക്കുന്നുണ്ടെങ്കിൽ കൂടി ജലനിരപ്പ് നദികളിലടക്കം ഉയർന്നു നിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും പ്രളയ സമാനമായ സാഹചര്യം ഇല്ല. എന്നിരുന്നാൽ കൂടി ഇത്തരത്തിൽ വെള്ളം ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ആ പ്രദേശങ്ങളിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും എന്തായാലും നൽകിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തി കുറയുകയാണ്. എന്തായാലും ഇനി വരും ദിവസങ്ങളിലും മഴയുടെ ശക്തി കുറയാൻ തന്നെയാണ് സാധ്യത. കാർത്തു, ശരി, വ്യക്തമാണ്. എന്തായാലും ആശങ്കകൾ ഒഴിയുകയാണ്. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുകയാണ്. ഇന്ന് 4 ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പുള്ളത്. അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം, വിഴിഞ്ഞം, മുതലപ്പുഴി മേഖലകളിൽ നിന്ന് കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ ഇന്ന് 10ാം ദിവസവും തുടരും. കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി വിവിധ സംഘങ്ങളെ ഉൾപ്പെടുത്തി തെരച്ചിൽ തുടരാനാണ് തീരുമാനം. കാലാവസ്ഥ അനുകൂലമായാൽ സ്കൂബ സംഘം ഇന്ന് കടലിലിറങ്ങി തെരച്ചിൽ നടത്തും. അപർണ കേസുണ്ട്. വിവരങ്ങളുമായി അപർണ. അങ്ങനെ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ ഇന്ന് 10ാം ദിവസമാണ്. ഈ 10ാം ദിവസത്തിൽ തെരച്ചിൽ ആരംഭിക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും തെരച്ചിലടക്കം പുരോഗമിക്കുക? സ്കൂബ സംഘം അടക്കം എത്തിയായിരിക്കുമോ പരിശോധന നടത്തുക? കാർത്തു, വിഴിഞ്ഞം, മുതലപ്പുഴി ഭാഗങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് മറിഞ്ഞ് 2 മത്സ്യത്തൊഴിലാളികളെ കൂടിയാണ് ഇനി കണ്ടെത്താനുള്ളത്. 4 പേരെയാണ് ഇത്തരത്തിൽ ബോട്ടിൽ നിന്ന് കടലിലേക്ക് വീണ നിലയിൽ കണ്ടെത്തിയത്. അതിൽ 2 പേരുടെ മൃതദേഹം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇനി 2 പേരുടെ മൃതദേഹങ്ങൾ കൂടിയാണ് കണ്ടെത്താനുള്ളത്. വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളി ജോൺ, കൂടാതെ തന്നെ മുതലപ്പുഴയിൽ നിന്ന് പോയ ഷിജിൻ എന്നിവർക്കായുള്ള തിരച്ചിലാണ് ഇന്ന് 10ാം ദിവസവും തുടർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം 31-ാം തീയതിയാണ് ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് മറിഞ്ഞ് ഇവരും അപകടത്തിൽപ്പെടുന്നത്. എന്തായാലും മത്സ്യബന്ധനത്തിന് പോയ ഇവരെ കണ്ടെത്താനായിട്ടുള്ള തിരച്ചിൽ കാര്യക്ഷമമായി തന്നെ നടക്കുന്നില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ തന്നെ ഉയർന്നിരുന്നു. ഇതിൽ കുടുംബങ്ങളടക്കം പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഷിജിന്റെ കുടുംബം ഇത്തരത്തിൽ പ്രതിഷേധിച്ചിരുന്നു. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് മന്ത്രി CP ജോണിന്റെ നിർദ്ദേശപ്രകാരം ഇന്നലെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. സ്കൂബ സംഘത്തെ അടക്കം ഇറക്കി തിരച്ചിൽ ആരംഭിച്ചിരുന്നു. രാവിലെ 5:30 തന്നെ തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ സ്കൂബ സംഘം എത്താൻ തന്നെ ഉച്ചയ്ക്ക് 12:30 ഏകദേശം 12:30 അടുത്തിരുന്നു. കൂടാതെ തന്നെ ഇത്തരത്തിൽ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ സ്കൂബ സംഘം തിരച്ചിൽ അവസാനിപ്പിച്ചു പോകുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിരുന്നു. ഇന്നലെ തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് ഇടവിട്ട മഴ ഉണ്ടായിരുന്നു, ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു. അതേ തുടർന്ന് സ്കൂബ സംഘത്തിന് കാര്യക്ഷമമായ തരത്തിൽ തിരച്ചിൽ നടത്താൻ സാധിച്ചിരുന്നില്ല. ഇന്ന് 10ാം ദിവസവും ഇതേ തരത്തിൽ മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തിരച്ചിൽ പുരോഗമിച്ചു വരികയാണ്. എന്നാൽ സ്കൂബ സംഘം ഇന്ന് ഇറങ്ങുമോ എന്ന കാര്യത്തിൽ കാലാവസ്ഥയുടെ ഗതികൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും സ്കൂബ സംഘം ഇറങ്ങുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഇന്നലെ വളരെയേറെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. കൂടാതെ തന്നെ ഇത്തരത്തിൽ സ്കൂബ സംഘത്തെ വിവരം അറിയിക്കുന്നതിലടക്കം സർക്കാർ വൃത്തങ്ങൾക്ക് പിഴവുകൾ സംഭവിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും ഒക്കെ തന്നെ വന്നിരുന്നു. എന്തായാലും ഇന്ന് 10ാം ദിവസവും തിരച്ചിൽ തുടരുകയാണ്. കാർത്തു, ശരി, വ്യക്തമാണ്. അപർണയാണ് വിവരങ്ങൾ നൽകിയത്.
കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ കടലിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതമിനായി തെരച്ചിൽ ഇന്നും തുടരും. ഗൗതമിനെ കാണാതായിട്ട് ഇന്ന് 10ാം ദിവസമാണ്. നേവിയുടെ മുങ്ങൽ വിദഗ്ധരും തെരച്ചിലിനായി എത്തും. അമ്മ രേഷ്മയുടെ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തെരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. കോസ്റ്റ് ഗാർഡ്, കോസ്റ്റൽ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഹെലികോപ്റ്ററുകൾ, ബോട്ടുകൾ, ഡ്രോൺ എന്നിവ ഉപയോഗിച്ചാണ് തെരച്ചിൽ. മത്സ്യത്തൊഴിലാളികളും തെരച്ചിലിനായി രംഗത്തുണ്ട്. ഇടവിട്ടുള്ള മഴയിൽ കടൽ പ്രക്ഷുബ്ധമാകുന്നതും അടിയൊഴുക്കും തെരച്ചിലിന് വെല്ലുവിളിയാകുന്നുണ്ട്. അതേസമയം തെരച്ചിലിൽ സംതൃപ്തിയില്ലെന്നും കണ്ണിൽ പൊടിയിടാനുള്ള തെരച്ചിലാണ് നടക്കുന്നതെന്നും ഗൗതമിന്റെ അമ്മ രേഷ്മ ആരോപിക്കുന്നു. അപകടത്തിൽ ഗൗതമിന്റെ അച്ഛനും മുത്തച്ഛനും മരിച്ചിരുന്നു.